ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റർ ജേണി ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ആൾക്കാർ ചെയ്ത ഒരു വീഡിയോ ആണ്. 12 എന്ന ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചെടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഈ യുഗത്തിലല്ലേ ജീവിക്കുന്നത്. ഞാനിതൊക്കെ കേട്ടപ്പോൾ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, ചുമ്മാ ഓരോരുത്തർ വീഡിയോ ചെയ്യുകയെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഓർത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ പഠിച്ചപ്പോൾ ഈ നമ്പറിൽ എന്തൊക്കെയോ ഒരു പ്രത്യേകതകളുണ്ട്. ഈ 12 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറെന്നോ ലക്കി നമ്പറെന്നോ ഒക്കെ നമുക്ക് പറയാം. കാരണം ഒരുപാട് ആൾക്കാർ ഇത് ഭാഗ്യത്തിന് വേണ്ടി കയ്യിലും കാലിലും നമ്മുടെ ബോഡിയിലും ഓരോ പാർട്സിലൊക്കെ ഇത് ടാറ്റോ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് നമ്മുടെ പ്രപഞ്ചവുമായിട്ടും ഒക്കെ ഒരു നമ്മുടെ ശാസ്ത്രമായിട്ടും ഒക്കെ ഒരു ബന്ധമുള്ള നമ്പറാണ് ഈ 12 എന്ന് വരുന്നത്. അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ 12 കയ്യിൽ എഴുതി പരീക്ഷിച്ചു. എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ നമ്പറിൽ ഉറപ്പായും എന്തോ ഒരു ലക്കി നമ്പറെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ 12 എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ ഒരു നമ്പറാണെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഈ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നവർക്കൊക്കെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. 12 എന്ന് പറയുന്ന ഒരു അത്ഭുതകരമായ സംഖ്യയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ പറ്റുന്ന ഒരു അത്ഭുതകരമായ സംഖ്യയാണ്. അക്കങ്ങൾക്ക് പ്രപഞ്ച ശക്തിയുമായി എന്തോ ബന്ധമുണ്ടെന്നല്ലേ പറയുന്നത്. പക്ഷേ അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ ആഗ്രഹ പൂർത്തീകരണം സാധ്യമാകുമെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത്. അക്കങ്ങൾക്കും അപ്പുറം അവകൾക്ക് വിശേഷപ്പെട്ട ചില ശക്തികളുമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പ്രപഞ്ചം അക്കങ്ങളുടെ ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സംഖ്യാശാസ്ത്രം അനുസരിച്ച് അക്കങ്ങളുടെ ചില കോമ്പിനേഷൻ പ്രത്യേകതരം അസാധാരണമായ ചില ശക്തിവിശേഷം ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലുള്ള സംഖ്യകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 12 ഈ ഏഞ്ചൽ നമ്പർ എന്നറിയപ്പെടുന്നത്. 12 എന്ന് പറഞ്ഞാൽ അത് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 1, 2 എന്നിങ്ങനെ 2 സംഖ്യകളുടെ മനോഹരമായ കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സംഖ്യാശാസ്ത്രം അനുസരിച്ച് 1 എന്ന് പറയുന്ന സൂര്യദേവനെയും സൂചിപ്പിക്കുന്നത്, 2 എന്ന് പറയുന്ന ചന്ദ്രദേവനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് രണ്ടിൻ്റെ അകത്തും എന്താണ് 2 ദേവന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹ പൂർത്തീകരണമൊക്കെ സാധ്യമാക്കുന്ന ദേവന്മാരാണ്. അതുപോലെ തന്നെ മാനസിക നില, അതുപോലെ തന്നെ നമ്മുടെ പുതിയ തുടക്കങ്ങളും കാര്യങ്ങളുമൊക്കെ സാധിക്കുന്ന 2 ദേവന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ അത്ഭുതകരമായ സംഖ്യ കൂട്ടിയാലും കിട്ടുന്നത് 6 ആണ്. 6 എന്നക്കം ശുക്രഭഗവാനെ, അതായത് സന്തോഷം, പുതിയ തുടക്കം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. അതിലുപരി 6 എന്നക്കം മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയങ്കരമായ ഒരു നമ്പർ കൂടിയാണ് കേട്ടോ. അത് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ദേവി സമ്പത്തിൻ്റെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ദേവിയാണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഇതൊരു ലക്കി നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ 12 കോമ്പിനേഷൻ ആവർത്തിക്കുന്നത് കൊണ്ട് 10 മടങ്ങ് ഫലം ഉറപ്പാണെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്ത് നോക്കി കേട്ടോ, 100% റിസൾട്ടാണ്. കാരണം ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. അത് നിങ്ങൾ മനസ്സിൽ ഇത് നടക്കില്ല, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. നടക്കും, ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് പ്രാർത്ഥിക്കണം. ഇതിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. പല വീഡിയോസിലും പല ആൾക്കാരും പലതാണ് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം നമുക്ക് ഏത് സമയമാണോ നമുക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് ആ സമയത്ത് നമുക്കിത് എഴുതാൻ പറ്റും കേട്ടോ. പക്ഷേ ചില ചിട്ടവട്ടങ്ങളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. കൃത്യമായി നമുക്ക് ഇരട്ടിയായി ഫലം കിട്ടണമെങ്കിൽ ചില ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് പേനയുടെ മഷിയാണ്. അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. നീല ഓർ പച്ച, ഈ 2 മഷിയിൽ ഏതെങ്കിലും മഷികൾ ഉപയോഗിച്ച് മാത്രമേ എഴുതാവുള്ളൂ. വേറൊരു മഷികളും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ശുദ്ധിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു ശുദ്ധിയും ആവശ്യമില്ല. കുളിക്കണമെന്നില്ല. അതുപോലെ തന്നെ പീരീഡ്സ് സമയമാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ല. ആർത്തവ സമയങ്ങളോ ഒന്നും പ്രശ്നമില്ല. നമ്മുടെ മനസ്സ് ശുദ്ധിയായാൽ മാത്രം മതി. പ്രത്യേകിച്ച് ഒരു ശുദ്ധിയും ഇതിനാവശ്യമില്ല. അതുപോലെ തന്നെ ധനമാണോ, തൊഴിൽ വേണോ, വിവാഹം വേണോ, എല്ലാം നമ്മൾ തീവ്രമായി ആലോചിച്ച് മഹാലക്ഷ്മിയെ മനസ്സിലോർത്ത് എഴുതണമെന്നാണ് പറയുന്നത്. മോതിരവിരലിൻ്റെ ഇടത്തെ കയ്യിലെ മോതിരവിരലിലാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരു തവണ എഴുതി നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളിൽ പറഞ്ഞുകൊണ്ടാണ് എഴുതേണ്ടത് കേട്ടോ. വിശ്വാസത്തോടെ എഴുതണം. അതുപോലെ തന്നെ 2 തവണ എഴുതാൻ പാടില്ല. ഒരെണ്ണം എഴുതിയതിൻ്റെ പുറത്തൂടെ എഴുതാൻ പാടില്ല. അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ ഒരെണ്ണം എഴുതുമ്പോൾ തെറ്റിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ ബാക്കി എഴുതരുത്. അത് ഒന്നെങ്കിൽ കൈ പോയി കഴുകി തൂത്ത് എല്ലാം ആക്കി അതിന് ശേഷം കഴുകണം. പിന്നെ ഒന്നെഴുതിയതിൻ്റെ പുറത്തുകൂടി എഴുതാൻ പാടില്ല. പിന്നെ മായുവാനും പാടില്ല. അപ്പം അരമണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിലിത്
മായാതെ ഇരിക്കണം. നമ്മൾ എഴുതിയ ഈ 12 എന്ന സംഖ്യ മായാതെ ഇരിക്കണമെങ്കിലേ ഫലം ഉറപ്പായും കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ആഗ്രഹം സാധിക്കാനുള്ള ഒരു മാധ്യമമായി നമ്മൾ കണ്ടെഴുതണം. ഇത് നമ്മുടെ ആഗ്രഹം സാധിക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിൽ പറഞ്ഞ് മഹാലക്ഷ്മിയെ ഓർത്ത് പ്രാർത്ഥിച്ച്, നമ്മൾ ഏത് ദൈവത്തിനാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എഴുതുക. ഇത് 21 ദിവസം തുടർച്ചയായി എഴുതണം. നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഗ്രഹത്തിന് വേണ്ടി നമുക്ക് വീണ്ടും എഴുതാം. വിശ്വാസമാണ് അത്രത്തോളം ഫലം ലഭിക്കും. പുതിയ തുടക്കങ്ങളും കാര്യങ്ങളും, നമുക്ക് ജോലി വേണോ അല്ലെ വീട് വെക്കണോ, എന്ത് കാര്യമാണോ അതിൻ്റെ ഒരു അടിത്തറ ഭാഗമായിട്ട് അത് സാധിച്ചു കിട്ടും. മുഴുവനെന്നല്ല,